അതെ, തോന്നിയതാ. അതുകൊണ്ട് മഴ പെയ്തതേ ഇല്ല. ഹലോ, ഇത് നമ്മൾ എവിടെ പോകുന്നറിയോ? കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ പറഞ്ഞില്ലേ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി അതിൻ്റെ ഇനോഗ്രേഷൻ പിറ്റേന്നായതുകൊണ്ട് നമ്മൾ ചമ്മി ഇറങ്ങി വന്നെന്ന്. ആ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അതെ, ഞങ്ങൾ പോവാണ്. കുറേ നേരം ഒരു ലോറിയുടെ പുറകെ കിടന്ന് തത്തി കളിച്ചെങ്കിലും പിന്നെ ഞങ്ങൾ സ്പീഡിൽ വിട്ടു, റോഡ് ക്ലിയറായി. ആദ്യം ഞങ്ങൾ വന്നത് ജിയോ സോണിലോട്ടായിരുന്നു. നമ്മളെ സിം എക്സ്പയർ ആയി, അതൊന്ന് റീചാർജ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട് അവർ കട അടച്ചു പോയി. എന്നിട്ട് നമ്മൾ നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലോട്ടായിരുന്നു. മാളൂന് കുറേ വീട്ടു സാധനം മേടിക്കാനുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും വീട്ടു സാധനം മാത്രമേ മേടിക്കാനുള്ളൂ എന്ന് ചോദിക്കുന്നവരോട് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ തീർന്ന സാധനം നിങ്ങൾ മേടിച്ചു തരുമോ? ഇല്ലല്ലോ. ആദ്യം തന്നെ ഞാൻ എൽക്കോസിൻ്റെ 2 പേന സെറ്റ് എടുത്തു. കാരണം കൊച്ചുവിന് ഈ പേനെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അവൾ താഴെ നിന്ന് സൂക്ഷ്മമായിട്ട് എന്തോ പരിശോധിക്കുന്നുണ്ട്. സാധനം കൈപ്പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പോയി ഒരു ട്രോളി എടുത്തു. പിന്നെ ട്രോളിയുടെ സൗണ്ട് കാരണം ചെവിയും തലം കേൾക്കണ്ടായിരുന്നു. പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അത് ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഞാൻ വിനോദം കണ്ടെത്തി. അങ്ങനെ ആ ട്രോളിയിൽ സാധനങ്ങൾ നിറഞ്ഞുകൊണ്ടേയിരുന്നു. മാള് സൂക്ഷ്മമായിട്ട് ഓരോന്ന് പരിശോധിച്ചെടുത്ത് ഇഷ്ടപ്പെടാതെ തിരിച്ചെടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ എടുത്ത് ബില്ലടിക്കാൻ കൗണ്ടറിൽ പോയപ്പോൾ അവൾ ദേ ദൂരെ നിന്നൊരു പോളോയും എടുത്തുകൊണ്ട് വരുന്നു. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ബില്ലടിച്ച് മാളു 59 രൂപയുടെ പച്ചക്കറി കിറ്റ് മേടിച്ചു. അതിൻ്റെ അകത്ത് നാരങ്ങ കിട്ടിയതിൻ്റെ സന്തോഷമാണ് മാളുവിൻ്റെ മുഖത്ത് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. ഇത്രയും നേരം നമ്മൾ ഷോപ്പ് ചെയ്ത് ക്ഷീണിച്ചില്ലേ, നമുക്ക് റിഫ്രഷ്മെൻറ്റിന് വേണ്ടി കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ നേരെ തൊട്ടടുത്തുള്ള ബേക്കറി കയറി. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യൂ. ഞാനൊരു ഷാർജയും അവളൊരു സോഡാലേമും പറഞ്ഞു കേട്ടോ. എന്നിട്ട് കൊച്ചുവിന് വേണ്ടിയുള്ള ഷാർജ നമ്മൾ പാഴ്സൽ എടുത്തു, അല്ലെങ്കിൽ അവൾ ഇടിനാശവും വെള്ളപ്പൊക്കവും ഉണ്ടാക്കും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. അപ്പോൾ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ കയറാൻ പറ്റാത്തതിൻ്റെ ക്ഷീണം ഈ വ്ളോഗിൽ തീർത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.